ഹായ് ഗൈസ്, എല്ലാ മച്ചന്മാർക്കും പുതിയൊരു വീഡിയോ കാര്യങ്ങളും സ്വാഗതം. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ബേബി നെല്ലോയും കാര്യങ്ങളുമായിട്ടാണ് ഗൈസ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാനാണെങ്കിൽ അത് ഡിലീറ്റ് ചെയ്തിട്ട് പിന്നെ കയറ്റിയപ്പോഴത്തേക്കിന് എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇനി ആദ്യം തൊട്ട് കളിക്കണം. അപ്പോൾ നൈറ്റ് 1 ആണ് ഗൈസ്, നൈറ്റ് 1 ആണ്. നമ്മുടെ മുട്ടക്കൊച്ചിനെയും കൊണ്ട് നമ്മളങ്ങനെ ഒരു രാത്രി നമുക്ക് കഴിച്ചു കൂടണം. എന്താണ് ഈ ലൊട്ടം. ഓക്കെ നൈറ്റ് 1 കാര്യങ്ങളാണ് ഗൈസ്. നമ്മളപ്പോൾ തന്നെ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം. ഇതുവഴി നമുക്ക് ഒന്നും ചെയ്യാനൊന്നും പറ്റത്തില്ല. എന്നാൽ നമുക്ക് വെളിയിൽ നിന്ന് ഇറങ്ങി നോക്കാം. മുട്ട ഡേഞ്ചറാണ്. അപ്പം ഗൈസ് നമ്മുടെ മുട്ട ഇതില്ലാതെ എനിക്ക് ഇവിടെ കളിക്കാൻ പറ്റത്തില്ല ഗൈസ്. മുട്ട ഉണ്ടെങ്കിലും ഇവനെ ഇന്ന് പൊരിക്കാൻ പറ്റത്തുള്ളൂ. അവൻ്റെ മുട്ടത്തല ജാതി. നീ കരയല്ലേ, നീ കരഞ്ഞതിന് എനിക്ക് പേടിയാ. വാവ് എന്നാ കോച്ച് ഇറക്കാപ്പി. എന്താടാ ഇവനെ ഓവനിട്ട് പൊരിക്കാൻ പറ്റുമെന്നാണ് ഞാൻ കണ്ടത്. എന്നാടാ അവിടെ ഇരിക്കണേ, എന്നെ നോക്കണ്ട. തലപത്രം വേളി ഇവിടെ എൻ്റെ മൂടെല്ലാം കത്തിയടാ. ഓരെ ഇതൊന്നുകൂടെ അവനെ ഓവനിട്ട് പൊരിക്കുക. എന്തിനാ ഓവനടച്ചേ? ഇരിക്കാനൊക്കെ പറ്റൂല്ലേ? ശേ, ഓവനിട്ട് പൊരിച്ചോ. അത് കാൽ 2 മില്ലാണ് കാലിട്ട്. എൻ്റെ ഇങ്ങനെയാണ് അവൻ ഓവനിൽ നിന്ന് തെറിച്ച് വരുന്നത്. ചിരിച്ചോ മോൻ ചിരിച്ചോ. ഇപ്പം അച്ഛൻ കൊണ്ടുവരാട്ട. അച്ഛനല്ല, നമ്മളൊരു സെർവൻറ്റും കാര്യങ്ങളുമാണെന്നാണ് തോന്നുന്നത്. അപ്പം ഗൈസ് നമുക്ക് ഇവന് പാല് കൊടുക്കാം. ഒരു ബ്രെഡ് വേണം തിന്നാൻ. പാലും ബ്രെഡും സെറ്റാ. നീ തിന്നോ, ഇത് തിന്നണ്ടേ? തല ഒട്ടിച്ചു കൂടാതെ മുപ്പിളിച്ചർക്കൻ. ഇത്രയും പെട്ടെന്ന് കൊണ്ടുപോകണം ചക്കപ്പനെ. നോക്കണില്ലേ വാഴ? നമുക്ക് ഇതിനകത്തോട്ട് ഇടാൻ കഴിച്ചു. ഇവനെ വേണോ തുറക്കണം. നടക്കാനില്ലല്ലോ, ഇവിടെ തന്നെ ഇരുന്നോ നീ. ഇപ്പം വരാവേ. എൻ്റെ സ്നഗിക്കുട്ടൻ. ഗൈസ് എടാ, ആ പൂച്ചക്കുട്ടിനെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ടാസ്കും കാര്യങ്ങളും ഭയങ്കര ഇതായിരിക്കും. നമ്മൾ ഇച്ചിരി പാടുപെടേണ്ടി വരും. കണ്ടോ മുട്ടനെ? കണ്ടോ എൻ്റെ തലേ നമ്മുടെ വെളുത്ത മുട്ടത്തലയൻ വേണ്ട നിൽക്കണം. എന്തിനാ ഉള്ളി ഞാൻ ഇപ്പോൾ ഇവിടെ കൊണ്ടുവച്ചത് ഇവനെ? അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ട്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിൽ എനിക്കൊരു വിഷമാണ് ഗൈസ്. നിങ്ങൾ സബ്സ്ക്രൈബ് എന്താണ് ചെയ്യാത്തത്? ഇനി സബ്സ്ക്രൈബും ചെയ്യുന്നില്ല. ഞാൻ വെറുതെ എന്തിനാണ്? കഷ്ടപ്പാടാണ് ഇതൊക്കെ. ഈ മുട്ടനെ കൊണ്ട് ജീവിച്ചു പോകാൻ ഇച്ചിരി പാടാണ്. തിന്നുക അവന് പറയുന്നില്ല. പുട്ട് ബേബി ടു ബെഡ്. ഓക്കെ, ഇപ്പം ഞാൻ കൊണ്ടുപോകാം. ഒരു മിനിറ്റ്, ഇപ്പം ഞാൻ കൊണ്ടുപോകാം നിന്നെ. കള്ള ഹിലിപ്പി മുട്ട. എനിക്ക് ഇതുവരെയൊക്കെ ചുമ്മാ നടക്കാം ഗൈസ്. ഹിലിപ്പി മുട്ടയുടെ വീട് കാണാം നമുക്ക്. എനിക്ക് തോന്നുന്നില്ല ഗൈസ് ഞാൻ ഫുള്ളും കംപ്ലീറ്റ് ചെയ്യുമെന്ന്. ഈ ലിപ്പി മുട്ട ഭയങ്കര സീനാണെന്ന് തോന്നുന്നു. ലിപ്പി മുട്ടയുടെ ചിരി കണ്ടില്ലേ? ഷൊണ്ണാപ്പി. നമുക്ക് മേലിപ്പാ. നിന്നെ ഉറങ്ങിക്കോ. കുഞ്ഞാവ ഇറങ്ങിക്കോ. കുണ്ണാവേനെ ഇനി എന്നാ ഇവിടെ എങ്ങനെ ഒരു ബുക്കുണ്ട്. അവിടെ എന്നിട്ടാ ബുക്ക്. കുണ്ണാവെ ലൈറ്റോ കോഫി ചെയ്യാൻ പറ്റുമോ എനിക്ക്? ഉണ്ണാവ ഇറങ്ങിക്കോ ചേട്ടാ, ഇപ്പം വായിച്ചു തരാം. പൂച്ച. ഓക്കെ, കുറച്ചുകൂടി സീനായിട്ടുണ്ട്. ഞാൻ ഭയങ്കര പ്രൊഫഷണൽ പ്ലെയർ അല്ലാത്തതുകൊണ്ട് തന്നെ എനിക്കിത് കളിക്കാനും കാര്യങ്ങളും വലിയതായിട്ടൊന്നും വരത്തില്ല. നമ്മൾ ചാപ്റ്റർ 3 വരെ ഞാൻ ഇതുവരെ കളിച്ചിട്ടുള്ളൂ. ഇനിയും ചാപ്റ്റർ 1 തൊട്ട് കളിക്കണം. എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. പൂച്ചേൻ്റെ കഥയാണ്. എടുത്തെടുത്ത് പൂച്ച ഉണ്ടായിരുന്നു. പൂച്ചയ്ക്ക് ഒരു അച്ഛനുണ്ടായിരുന്നു, പൂച്ചയ്ക്ക് ഒരു അമ്മ ഉണ്ടായിരുന്നു. കഥ കഴിഞ്ഞ് ഇനി വായിച്ചു തരാൻ പറയല്ലേ. ചേട്ടൻ പോവാം. ചേട്ടൻ ഒത്തിരി ജോലിയും കാര്യങ്ങളുള്ളതുകൊണ്ട്. ഉറങ്ങിയോ? എന്നാണ് അങ്ങനെ വന്നേ? ഇലിപ്പി മുട്ടയുടെ ഭാഗങ്ങൾ എടുത്തുകൊണ്ട് പോവാം. ഓർത്തോ ഇവനെ കൊല്ലാൻ പോകുന്ന ഇന്ന്. എൻ്റെ തലാണ്ടല്ലേ മണ്ടൻ. അവൻ്റെ അത്രത്തോളം പണിക്ക് എനിക്ക് നിന്നെ ചെയ്യാൻ ഹിലിപ്പി മുട്ടനെ ചെയ്യാൻ പേടിയാവുണ്ടോ? നിന്നെയും പൊരിച്ചെടുക്കൂടാ ഞാൻ. ഹിലിപ്പി മുട്ടനെ പൊരിച്ചെടുത്തോലെ.
മുട്ടേൻ്റെ തലയിൽ നിന്ന് പൊട്ടിക്കും. ഇതിനെ വരത്തില്ല ഇന്ന്. കത്തി എന്നാ മുട്ട നിനക്കിട്ട് മുട്ട. നീ ഇനി വാടാ ഷോർട്ട്നാപ്പി. നിന്നെ വെളിയിൽ കൊണ്ടേ ഇടും. നോക്കൂ എവിടെ കൊണ്ട് ഇടണം? നീ ഇവിടെ സ്തംഭിച്ചു. എന്നാ അവിടെ ഇരുന്നോ. തുള്ളണ പാവ, തുള്ളിപ്പാവ മാണ്ടൻ. അവൻ്റെ ഒരു മുട്ട വെച്ച് അഭിഷേകം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ആരുടെ ഫ്രിഡ്ജ് തുറന്നിട്ടെ എന്നോട് ചോദിക്കാതെ. എനിക്ക് പറ്റില്ല ഇവിടുത്തെ, എനിക്ക് ഈ സ്ഥലം പേടി. ഇലിപ്പി മുട്ട ഈ മുട്ട പോയത് കണ്ടാ? ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. മുട്ട എടുത്തോണ്ട് വന്നിട്ടേ ഇരിക്കാനൊക്കെ പറ്റുമോ? മുട്ടേൻ്റെ ഈ ഒരു മുട്ട വെറുതെ പൊട്ടി. 6 രൂപ കാണും ഒരു മുട്ടയ്ക്ക്. 7 ആണെന്ന് തോന്നുന്നു. എന്നാലും അൺലിമിറ്റഡ് മുട്ടയാണ് നമ്മുടെ കയ്യിലുള്ളത്. മുട്ടത്തല ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. എന്നാ ഇലിപ്പി മുട്ട എന്നാ തിന്നോ എറിയ മോള്. എറിഞ്ഞു കണ്ടോ. എൻ്റെ മോനെ അവനെ കൊണ്ടുപോയേക്കാൻ കഴിയും. നമുക്ക് ഇവനെ ഇട്ട് പൊരിക്കാം. ഇവിടെ എല്ലാം വഴിയുണ്ടാ? അയ്യോ എന്തിനാണോ കഥ കപ്പളും അടച്ചിട്ടണം. കാരണം എനിക്ക് പേടിയാണ്. അല്ലും തള്ളിക്കറി വന്നു കഴിഞ്ഞാലോ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ ഇവിടെ. പിന്നെ നരന്ന് മുട്ടയും. പക്ഷെ അവനെ കൊച്ചാക്കി കാണല്ലേ. അവൻ മറ്റേ പുള്ളിയാണ്, വലിയൊരു നേരെ ഇരിക്കുന്ന ഒരു പാവയാണ്. പക്ഷെ നമുക്ക് ഇനി അലക്കാം. നമ്മൾ ഇത്ര നനഞ്ഞത് കൊണ്ട് നമുക്ക് ഇവനെ അലക്കാം. ഇവിടെ എവിടെയെങ്കിലും വാഷിംഗ് മെഷീൻ ഉള്ളത് അലക്കാം. ഈ മുട്ടത്തലയാ എൻ്റെ മുട്ടത്തല അടിച്ചാൽ ഡിജി ഓടിന്നോ. എന്നെ നിനക്ക് അറിയത്തില്ല. അയ്യോ കൊച്ച് വേണ്ട അപ്പം അങ്ങോട്ട് വേണ്ട. അവൻ കാറും. ഓക്കെ എന്താ ചക്ക നീ ടി വി കണ്ടോണം. നീ മര്യാദക്ക് ഇരുന്നില്ല ഉണ്ടല്ലോ എൻ്റെ സ്വഭാവം മാറും കേട്ടല്ലോ. എൻ്റെ സ്വഭാവം നിനക്ക് അറിയത്തില്ല. നീ ഇന്ന് ടി വി കണ്ടോണം. ടി വി ഇതേണ്ടത്. സത്യം എനിക്ക് പേടിയാ. അതുകൊണ്ട് അവനെ കൊണ്ട് ഞാൻ കൊണ്ടുവന്ന് പുള്ളിയുടെ എപ്പോഴത്തെ ഉറങ്ങുക എനക്കുക. ഈ ഷൊണ്ണാപ്പി കൊച്ച് സമ്മതിക്കത്തില്ല. മാഞ്ചേനെ ഇട്ടും മെനക്കെടുത്ത്. മുട്ട എടുത്തോണ്ട് നമുക്ക് മേലോട്ടൊന്ന് പോയിട്ട് വരാം ഗൈസ്. നിങ്ങളുടെ ബേബി എഴുന്നേറ്റെന്നാണ് പറയുന്നത്. ബേബി കുട്ടാ ഇടോ വാഴേ എവിടെയാടാ നീ? വാഴേനെ കാണുന്നില്ലടാ. താഴെ ആയിരിക്കും. താഴെ ഉണ്ട് എനിക്കറിയാം. നീ വാഴേ ഞാൻ മുട്ടാക്കി ഞാൻ അറിയൂടാ. പൊട്ടങ്ങാപ്പാ നീ ഇന്ന് കൊല്ലൂടാ നാശവേ. നീ കറങ്ങി മുട്ടേന്തി ജാതി. താഴെ വീണ് ഒരു മുട്ട പോയി. നീക്കറിയോ? നീ കാരണം നിന്നെ ഞാൻ കൊല്ലൂടാ കളവാ. ഇന്ന് വാഷിംഗ് മെഷീനകത്തിട്ട് അലക്കുന്നു ഉണ്ടോടാ ഒന്ന് കോരങ്ങി. നമുക്ക് ഇവനെ ആ ബേബീനെ ഇളക്കി അവൻ്റെ പാവേനെ ഇളക്കി പോലെ ഇവനിട്ട് ഇളക്കാൻ പറ്റുമോ? പറ്റുമോ? അവൻ്റെ റെഡായാലോ എല്ലാം. അയ്യോ മുട്ടിപ്പിച്ച് ചിരിക്കുക കള കോരങ്ങ. കഴിഞ്ഞ് അല്ലെങ്കിൽ ഇറങ്ങി വരും ഇപ്പം. അയ്യോ പരസ്യം വന്നേ. അത് നിങ്ങൾ കഴിക്കണ്ട. എൻ്റെ കണ്ണ് കിടന്ന് കറങ്ങുന്നുണ്ടില്ലേ എടാ. ഈ കറങ്ങുവാണ് കണ്ണ്. വേണ്ടി പോയടാ ഓരങ്ങ. അയ്യോ പണി പാളി അവൻ്റെ കാല്. അയ്യോ അവൻ എന്നാണ് കാണിക്കണേ മുത്തമ്മേ. എടാ അറിയോടിക്കോ. അയ്യോ ഷൊണ്ണ കണ്ണണ കാണണ്ടല്ലേ. വളക്കാന്ന് ഉരുണ്ട കണ്ണ അവൻ്റെ ഉരുണ്ടെന്ന് കണ്ടില്ലേ. പൂച്ച അയ്യോ എൻ്റെ കണ്ണ് കണ്ടിട്ട് പേടിയാവുന്നേ. ഓടിക്കോ. ഓക്കെ ഇനി അവനൊരു പാവക്കുട്ടീനെ എടുത്ത് കൊടുക്കണമായിരിക്കും. പാവയെന്നൊന്നും പറഞ്ഞിട്ടില്ലേ. ഈ പാവ തന്നെയാണ് എനിക്കറിയാം. പൂച്ചേൻ്റെ കഥ വായിച്ചാൽ പൂച്ചേൻ്റെ പാവിനെ എടുക്കത്തുള്ളൂ. പണ്ടാരെ അടച്ചിട്ടേക്കാം. പേടി വേണ്ട ഇതന്നെ ഇത് അടച്ചിട്ടേക്കാം. ഓക്കെ വെറുതെ എന്തിനാണ് എടാ. പോയ നമുക്ക് വിശക്കണ്. മുട്ട എടുത്ത് അല്ല നമുക്കൊരു സാൻഡ്വിച്ചും കാര്യങ്ങളും ഇതിനകത്ത് അടിച്ചുണ്ടാക്കാൻ കഴിയും. നമുക്ക് സാൻഡ്വിച്ചും കാര്യങ്ങളും എൻ്റെ മോനെ ബ്രെഡ് അവിടെ വെച്ചിട്ടുണ്ട്.
ഓപ്പൺ. തക്കാളിക്ക് എടുത്തിട്ട് അതിൻ്റെ മണ്ടയിലോട്ട് വയ്ക്കാം. തക്കാളിക്ക് അയ്യോ അതിനപ്പുറത്ത് വന്നു. തക്കാളി ഇവിടെ കറക്റ്റ് സ്ഥലത്ത് വെക്കണം. വെയ് ഇരിയടാ മണ്ട തക്കാളി. ഇട്ടോ തള്ളിത്തള്ളി കൊണ്ടുപോകണം. സെറ്റ് തക്കാളിക്ക സെറ്റ്. ഇനി നമുക്ക് എന്നാ വേണ്ട? ഓക്കെ ഇതെടുത്ത് നമുക്ക് വയ്ക്കാം. ഇനി നമുക്ക് എന്താണ് വേണ്ടത്? ഇനി ഈ ചീസ് എടുത്തങ്ങ് വയ്ക്കുക. എന്തിടാ കഴിക്കുന്നില്ലേ? ചുമ്മാ ഇരുന്നോളൂ മണ്ണണ. ഒരു ചീസ് എടുത്തങ്ങോട്ട് വെക്കുക. ഇനി നമുക്ക് ഒനിയനെടുത്ത് നമുക്ക് വെക്കാം. ഓക്കെ എടുത്ത് ഒനിയനെടുത്ത് വെച്ചിട്ട് നമുക്ക് ഇതെന്താണ് സാമാനം? ഓക്കെ ഇതിന് നമുക്കെടുത്ത് മഷ്റൂമും കാര്യം എടുത്ത് വെക്കുക. തലോട്ട് പോലുണ്ട്. അതെടുത്ത് വെച്ച് ഇനി നമുക്ക് ഇതെന്താണെന്ന് എനിക്കറിയത്തില്ല. ഓക്കെ ഇതും കൂടെ എടുത്ത് നമുക്ക് വയ്ക്കാം. ഇവിടെ വെച്ചിട്ടൊന്നും കാര്യമില്ല. എടുത്ത് അങ്ങോട്ട് ദൈവമേ ഓമനകത്ത് ഇതൊന്നും ഉണ്ടാക്കാൻ പാടില്ലാത്തതാണ്. നമുക്ക് എന്നാലും നമുക്ക് ട്രൈ ചെയ്യാം. ബ്രെഡ് എടുത്ത് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സെറ്റ്. ഒരു മുട്ട എടുത്ത് പൊട്ടിക്കണം. ഇവിടെ അല്ലല്ലോ വെക്കേണ്ടത്. ഉള്ളു പോകുകയാ. ഓക്കെ മുട്ട എടുത്ത് സെറ്റ്. സാധനം തെറിച്ച് വന്ന്. ഇതൊന്നും പെട്ടിക്കുന്നതിനാ? ബ്രെഡ് ഓക്കെ സെറ്റ്. നമുക്ക് ഇനി അടച്ചിട്ട് കാത്തിരിക്കാം. മുട്ട എടുത്ത് പിടിച്ചേക്കാം. ദൈവമേ എന്നെ രക്ഷിക്കണേ. പൊട്ടിത്തെറിച്ച്. മുട്ട പൊട്ടിത്തെറിച്ചില്ല. എല്ലാം വൃത്തിയാക്കി എടുക്കട്ടെ. പിന്നെ ടി വി കാണാനാണ് ഇത്. നമ്മുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇത്രയുള്ളൂ. ഇനി കൂടുതൽ കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ ആ മുട്ടയുടെ ഇന്ന് ഒന്നാമത്തെ രാത്രി നമ്മൾ രക്ഷപ്പെട്ടു. അപ്പം ഗൈസ് നമ്മളിനിയും അടുത്ത പാർട്ട് 2 കാര്യങ്ങളും ഇനി ഇടും. അപ്പം ഗൈസ് നമുക്കിനിയും അടുത്ത വീഡിയോയിലും കാര്യങ്ങളും കാണാം. അപ്പം ഓക്കെ ബൈ.